നമസ്കാരം. ഒരു രാഷ്ട്രത്തിന്റെ തലവനെ തന്നെ ചതിപ്രയോഗത്തിലൂടെ ഇസ്രയേൽ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇസ്രയേൽ അനുഭവിക്കാൻ പോകുന്നത് ഇനി ഒരു ലോകരാജ്യവും അനുഭവിക്കാൻ പോവാത്ത തക്ക ശിക്ഷയായിരിക്കും ഇസ്രയേൽ എന്ന രാജ്യം ഇനി അനുഭവിക്കാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് ഇറാൻ പ്രസിഡന്റിനെ കൊല്ലപ്പെട്ട സംഭവമാണ്. ഇന്ത്യയുമായും ഏറെ അടുപ്പം സൂക്ഷിക്കുകയും തന്ത്രപ്രധാനമായ ചാബഹാർ തുറമുഖം 10 വർഷത്തേക്ക് ഇന്ത്യക്ക് വിട്ടു നൽകുകയും ചെയ്ത കരാറിന് നിർണായക പങ്ക് വഹിച്ച ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് 2024 മെയ് 20-നാണ്. ഈ മരണം ആസൂത്രണമായ ഒരു കൊലപാതകമായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് എന്നും നാം അറിയേണ്ടതുണ്ട്. ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പേജർ ഓക്കി ടോക്കി സ്ഫോടനങ്ങളിൽ 39 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ഇറാന് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രണമായി നടപ്പിലാക്കിയതാണെന്ന് സംശയിക്കുന്നതായി ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് ബക്കഫ് ഷെയ്ഖ് അർസ്ദേസ്ഥാനിയ രഹസ്യാന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണെന്ന് അപകടത്തിനിടാക്കിയതാണെന്നും അഹമ്മദ് അർദേശായി ആരോപിക്കുന്നുണ്ട്. റൈസിയും ഒരു പേജർ ഉപയോഗിച്ചിരുന്നു, എന്നാൽ അത് ഇപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്ന് വ്യത്യസ്തമായി തരത്തിൽ അത് നിർമ്മിച്ചതാണെന്നും ഹെലികോപ്റ്ററിൽ അപകടത്തിൽപ്പെടുന്നതിന് പിന്നാലെ പേജർ സ്ഫോടനമാകാനുള്ള സാധ്യത വളരെയേറെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടെയാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അഹമ്മദ് വ്യക്തമാക്കുന്നുണ്ട്. ഇബ്രാഹിം റൈസി പേജർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ആണ് അദ്ദേഹം മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടത്തിന് പേജർ സ്ഫോടനം കാരണമാകാം എന്ന അഭ്യൂഹം ശക്തമാകുന്നത്. ഇതിനെ ബലപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇതാകട്ടെ ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധത്തിലേക്കാണ് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. അസർബൈജാനുമായി ചേരുന്ന അതിർത്തിയിലെ അറസ് നദിയിലുണ്ടായ 2 അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്ന റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിൽ ജോഫയിൽ വെച്ചാണ് തകർന്നു വീണത്. പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ച മറ്റ് 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ടായി. പ്രതികൂല കാലാവസ്ഥ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രം എങ്ങനെ തിരിച്ചടിയായി എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് കാരണമായ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നില്ല. ഇറാനിലും ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ സാന്നിധ്യമുള്ളതിനാൽ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല.